ആണ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് വേറൊരു എന്താ പറയുക ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡീവിയേഷൻ പ്ലാൻ ആർ യു പ്രഗ്നന്റ്, അത് പിന്നെ ബേബി പ്ലാൻസ് ഉണ്ടോ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പൊ 2030 വരെയൊക്കെ നമ്മളിങ്ങനെ സഞ്ജയ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അടുത്ത വർഷം എനിക്ക് 29 വയസ്സാവത്തേ ഉള്ളൂ. 30 വയസ്സിലൊക്കെയാണ് ഇപ്പൊ ഓരോ ആൾക്കാർ, അല്ല 30 വയസ്സിലൊക്കെയാണ് ഓരോ ആൾക്കാർ കല്യാണം തന്നെ കഴിക്കുന്നത്. ലൈഫിൽ വന്നിട്ടുണ്ട്, അത് അധികം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗോൾഡ് മേടിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, അതൊക്കെ എനിക്ക് മേടിക്കാൻ എങ്ങനെയൊക്കെയോ പറ്റി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു Q&A സെക്ഷനാണ്. അതുപോലെ ഇത്രയും വർഷത്തെ ഗ്യാപ്പിനിടയിൽ നമ്മുടെ ലൈഫിലൊക്കെ സംഭവിച്ച കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ മസ്കറ്റിലാണ്, എൻ്റെ കൂടെ ഇപ്പോൾ സഞ്ജയ് ചേട്ടനുണ്ട്, ദേവനകത്ത് റൂമിലാണ്. അപ്പോൾ കുറച്ച് പേര് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതുപോലെ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, അല്ലാതെ യൂണിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് നമ്മൾ ആൻസർ ചെയ്യുകയാണ്. പിന്നെ ലൈഫ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലുമൊക്കെ പറയൂ. ആദ്യമേ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അല്ല ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അധികം ഒന്നും സംസാരിക്കില്ല, നീ സംസാരിച്ചോണം. എനിക്ക് ഒന്നാമത്തെ കാര്യം ജലദോഷമായിട്ടിരിക്കുകയാണ്, തുമ്മലായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നീ സംസാരിച്ചോണം, ഞാൻ കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഒരു ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ലൈഫ് അപ്ഡേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതുവരെയൊക്കെ എനിക്ക് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും യൂട്യൂബിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജോഷ് ടോക്കിലൊക്കെ വന്നപ്പോഴാണ് കൂടുതൽ പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ ടൈമിൽ ഞാൻ ജോഷ് ടോക്കിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, നാട്ടിൽ ഒരുമിച്ചാണ്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് വേറൊരു എന്താ പറയുക ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡീവിയേഷൻ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് അധികം യൂട്യൂബിലുള്ള ആരും അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ചേട്ടന് മസ്കറ്റിലേക്ക് വീണ്ടും വരേണ്ടി വന്നു. എന്താണ് പറയും, അപ്പം അതെന്തെങ്കിലും വരാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ ജോലിയൊക്കെ നോക്കിയിട്ടൊന്നും വലുതായിട്ട് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു സാലറിയിൽ ഒരു ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇയർ 2 വർഷത്തോളമായി ഗ്യാപ്പ് വന്നു. അങ്ങനെ അവസാനം പിന്നെ നമ്മൾ തിരിച്ച് നല്ലൊരു ഓഫർ ഇപ്പം ഉള്ള നല്ലൊരു ജോലിയാണ്. പിന്നെ അങ്ങനെ എന്തുവാണ് ഒന്നും പറയുന്നില്ല. തിരിച്ച് മസ്കറ്റിലാണ് ചേട്ടാ. ഇപ്പം നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഞങ്ങളിപ്പോൾ മസ്കറ്റിലാണ്. അതെ, തിരിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് ചേട്ടൻ മസ്കറ്റിൽ വന്നു. നാട്ടിലെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഞാനും ദേവനും നാട്ടിൽ തന്നെയാണ്. ഇപ്പം ഞാൻ ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ വന്നതാണ് ഇവിടെ. നാളെ ഞാൻ തിരിച്ചു പോവുകയാണ്. അതിന് മുന്നേ ഞാൻ വന്നിട്ടിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ആയി. ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാൻ പറയണത് എനിക്ക് വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ചേട്ടനും അപ്പോൾ ഓക്കെ, അതിനിടയിൽ ഒരു കോൾ വന്നു കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 3 വീക്സ് ആയി ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. നെക്സ്റ്റ് 13th നമ്മൾ പോകും. ഇന്ന് 22 നാളെ ഞങ്ങൾ പോകും. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ പിടിച്ചിരുത്തി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മസ്കറ്റിലാണ്, ചേട്ടൻ ഇവിടെ ജോലി ആയിട്ടുണ്ട്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിൽ ഞാനാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോസിൽ പറയും. ഇപ്പം എന്തായാലും ആൾക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചോദിച്ചങ്ങ് വയ്യ. ഇത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പം നമ്മൾ Q&A സെക്ഷനിലോട്ട് പോവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള എല്ലാം കൂടെ ഒരു രീതിയിലൊക്കെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു ഹാവ് ഫേസ്ഡ് ആസ് എ യൂട്യൂബർ? അപ്പോൾ അത് ഇപ്പം സഞ്ജയനും കൂടി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റ് പറയാം, കാരണം അത് എനിക്ക് പറയാനായിട്ടുള്ളതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഹൂ പ്ലാൻസ് യുവർ ഔട്ട്ഫിറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്? നമ്മുടെ രണ്ടുപേരുടെയും ഔട്ട്ഫിറ്റ് ഒക്കെ അതെ, എൻ്റെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ചേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ ഡ്രസ്സ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഷൂസ് എടുക്കണം താല്പര്യമില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അത് പൈസ കളയുന്ന ആളേ അല്ല. ഇവിടാണ് നോക്കേണ്ടത്. ഇപ്പോൾ കുറേ വർഷമായിട്ട് ക്യാമറ ഇവിടെ ക്യാമറ അത് ആ സൈഡിലാണ് നോക്കേണ്ടത്, അങ്ങോട്ടാണ് നോക്കേണ്ടത്.
അപ്പോൾ ആളങ്ങനെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളല്ല. അപ്പം ഞാൻ മേടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ആളിടുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് ഞാൻ അങ്ങനെ അഭിപ്രായമൊക്കെ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കത്തില്ല, ഇഷ്ടപ്പെട്ട എടുക്കും, അങ്ങനെയാണ്. അപ്പം ആ ഒരു സൈഡിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ എനിക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഞാനാണ് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ബേബി പ്ലാൻ, ആർ യു പ്രഗ്നൻറ്റ്? അത് പിന്നെ ബേബി പ്ലാൻസ് ഉണ്ടോ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളതിൽ കുറച്ച് വയറുണ്ടായിരുന്നു, ബ്ലാക്ക് കളർ ഡ്രസ്സ്. അപ്പോൾ അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് ഇട്ടിരുന്നത്. അപ്പം മേ ബി അത് കണ്ടിട്ടായിരിക്കും ആർ യു പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ദൈവം ജനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 6 വർഷമായല്ലോ. അതുകൊണ്ട് പൊതുവെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉടനെ ചോദിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് സ്വാഭാവികം, 6 വയസ്സാവാറായ കുട്ടിക്ക്. ബേബി പ്ലാൻ ഉടനെ ഇല്ല. ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നോ, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് അല്ല. ബേബി പ്ലാൻ ഉണ്ട്, നമുക്ക് സെക്കൻഡ് ബേബി വേണം എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് താല്പര്യമുണ്ട്. ചേട്ടൻ ഉടനെ തന്നെ വേണമെന്നൊക്കെ ഒരു താല്പര്യം, ഭയങ്കരമായിട്ട് ഒരു ബേബി ഫീവർ സഞ്ജു ചേട്ടനുണ്ട്. അതിലൊരു കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവന ടൈമിൽ, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത സമയത്ത് സഞ്ജു ചേട്ടൻ പറഞ്ഞ കുറച്ച് വർഷങ്ങളും കൂടെ കഴിഞ്ഞിട്ട്, നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ വേണ്ട, ഒരു 2-3 വർഷമൊക്കെ അങ്ങോട്ട് പോയിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി വന്നപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 2024 തൊട്ട് സഞ്ജു ചേട്ടൻ ഒരു ആഗ്രഹമുണ്ട്, നെക്സ്റ്റ് ബേബി എന്നുള്ളൊരു ആഗ്രഹം സഞ്ജു ചേട്ടനുണ്ട്. പക്ഷേ എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ഹെൽത്ത് വൈസും ആയിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യം, ഹെൽത്ത് വൈസ് വേറെ ഒന്നും അല്ല, കുറച്ചുകൂടെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് നോക്കാമെന്നാണ്. അങ്ങനെ നോക്കി 2030 വരെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ഞാൻ വെയിറ്റ് കുറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ ഈ വർഷമെങ്കിലും കുറച്ചൊരു വെയിറ്റ് ഗെയിൻ ആയിട്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ വർഷം നോക്കി. എന്നിട്ട് എന്നാലും ഒരു 4-5 കിലോ കൂടി കേട്ടോ. പണ്ടത്തേനേക്കാളും കുറച്ചൊരു വെയിറ്റ് ഇതായിട്ടുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ വലിയ മാറ്റം തോന്നുന്നില്ല എന്നുള്ളേ ഉള്ളൂ. കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു മാറ്ററാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ബിസിനസ്സിൽ എനിക്ക് കുറച്ചുകൂടിയൊക്കെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇൻവോൾവ് ആവാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി 9 മാസവും എന്താ പറയുക ബെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഈ സെക്കൻഡ് പ്രഗ്നൻസി ഇപ്പോൾ 1-2 വർഷമായിട്ട് തള്ളിക്കൊണ്ട് പോകുന്നത്. ഇപ്പം 2026 ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ അത് പിന്നെ ഇപ്പം 2027, 28 എന്നൊക്കെ, ഇപ്പം 2030 വരെയൊക്കെ നമ്മളിങ്ങനെ സഞ്ജുട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദേവന്റെ ടൈമിൽ സഞ്ജുട്ട് അന്ന് പറഞ്ഞായിരുന്നു ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പോരെ. അപ്പം ഞാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ എനിക്ക് കുട്ടിയാണ്. അങ്ങനെയാണ് നമുക്ക് ദേവനെ കിട്ടുന്നത്. ഇപ്പോൾ ഞാനാണ് ബാക്ക് അടിച്ച് നിൽക്കുന്നത്. കാരണം മേ ബി ഫസ്റ്റ് ഡെലിവറിയുടെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് എൻ്റെതും കൂടെയൊക്കെ ഒരു പേടി കൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ല. പ്ലാനിങ് ഞങ്ങളൊരു 27, 28 ആ ടൈമിലൊക്കെ എന്തായാലും ഒരു 1-2 വർഷം കൂടി, 1 വർഷമെങ്കിലും എന്നുള്ളൊരു രീതിയിൽ ഞാനിപ്പോൾ പിടിച്ച് നിൽക്കുവാണ്, പറഞ്ഞ് നിൽക്കുവാണ്. അതാണ് കേട്ടോ. അത് കുറേ ക്വസ്റ്റ്യൻസ് അതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന്, താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഈ ബിസിനസ്സിൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം. സഞ്ജയൻ്റെ ഫ്യൂച്ചർ പ്ലാന് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇവിടെ അല്ലേ, അതാണ് താങ്കളുടെ ഇവിടെ ഒന്ന് സെറ്റിൽഡ് ആവണം എന്നുള്ളതാണ്. നാട്ടിൽ സെറ്റിൽഡ് ആവാൻ ഞങ്ങൾ നോക്കി ട്രൈ ചെയ്തു. എവിടെ ആണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. നാട്ടിൽ സെറ്റിൽഡ് ആവാൻ നോക്കിയപ്പോഴുള്ള പ്രശ്നം, ഇദ്ദേഹത്തിന് പറ്റിയ ഒരു ജോലി, ആൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻകം ഒന്നും നമുക്ക് നാട്ടിൽ കിട്ടണമെന്നില്ല. ഇവിടത്തെ അത്രയും സാലറി നാട്ടിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി ഇല്ലാതാവും, എനിക്ക് വരുമാനം കുറയും. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇപ്പം നമ്മൾ നിൽക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു തൊട്ട് എന്തൊക്കെയാണെങ്കിലും ഒരുമിച്ച് നിൽക്കുക. പൈസ നമ്മൾ വലിയൊരു കൺസേൺ ആയിരുന്നില്ല. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ പൈസയെക്കാളും പുള്ളിക്ക് ജോലിയില്ലാതായപ്പം ഒരുപാട് ഫ്രീ ടൈം അല്ലേ പറയുക, ഫ്രീ ടൈം ഒരുപാട് കിട്ടിയപ്പോൾ ഭയങ്കര മടുപ്പായി, ഡൗൺ ആയാള്. പിന്നെ ആ സമയത്തൊക്കെ ആയിരുന്നു ചേട്ടൻ്റെ അമ്മയൊക്കെ മരിക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്രഷനും, ജോലിയിൽ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരുന്നാലാണല്ലോ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് അല്ലെങ്കിൽ മടുപ്പ് വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു, ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. കാരണം കൊറിയറൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ചേട്ടൻ സഹായിക്കും. പക്ഷേ ഈ ഓർഡേഴ്സ് എടുക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബിസിയാണ്, ഫോണിൽ ഫുൾ ടൈം ഞാൻ ബിസിയാണ്.
പുള്ളിയെ സംബന്ധിച്ച് കൊറിയർ പാക്ക് ചെയ്യുന്നത് നമുക്കൊരു കൂടിപ്പോയിട്ട് 1 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരു മാസം എടുക്കുവാണെങ്കിൽ 4 ആഴ്ചയിൽ ഒരു 2 ആഴ്ച നമ്മൾ ഓയിൽ കാച്ചുന്നതും കാര്യങ്ങളുമായിട്ട് നമ്മൾ ബിസിയാണ്. പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഫ്രീ ആണ്. കാരണം ഈ കൊറിയർ അയക്കുന്ന ഒരു പ്രോസസ്സ് കൂടിപ്പോയി ഒരു ദിവസം 1 മണിക്കൂർ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ സിനിമ കാണുക, അങ്ങനെ പിന്നെ ദേവൻ സ്കൂളിൽ പോയതിനു ശേഷം ദേവൻ്റെ പിറകെയുള്ള ഓട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ ആ ടൈമിൽ അത്രയും നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ആയിരുന്നത്. പക്ഷെ ഞാൻ ഫ്രീ അല്ല കേട്ടോ. അത് സഞ്ജയ് ചേട്ടനെ സംബന്ധിച്ച് അത്രയും ഫുൾ ഫ്രീ ആയിട്ട് ആദ്യത്തെ 1 വർഷം പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. പിന്നെ ആൾക്ക് മടുപ്പായിട്ട് ജോലി നോക്കിയിട്ട് എല്ലാം വളരെ സാലറി കുറഞ്ഞതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നാട്ടിൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇത്രയും സാലറി മേടിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ആ ഒരു സാലറി ഒട്ടും പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തിരിച്ച് വീണ്ടും മസ്കറ്റിലോട്ട് വന്നത്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി സെറ്റാണ്. പുള്ളിയുടെ ഒരു അല്ലേ പറഞ്ഞോ, ഞാൻ സെറ്റാണ്, ഹാപ്പിയാണ്, ജോലിയിൽ ഹാപ്പിയാണ്. ആദ്യം ഈ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നായിരുന്നു, വിസ അടിക്കാൻ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ച് കയറണോ പോണോ വേണ്ടേ എന്നൊക്കെ ഒരു ഇത് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നു ഞാൻ പൊക്കോ കാരണം എന്തായാലും ഇങ്ങനെ ഞാനല്ലേ കാണുന്നത് ഈ ഡിപ്രഷനും ഒരു പുള്ളിക്ക് അധികം ഒരു സംസാരമൊക്കെ കുറഞ്ഞങ്ങനെ വരുന്ന എനിക്ക് പെട്ടെന്ന് ഫീലായി. അപ്പം ഞാൻ പൊക്കോ അറ്റ്ലീസ്റ്റ് പൈസയെങ്കിലും പറ്റുന്നത് പൈസയും ഇല്ല, പുള്ളി ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് ചെയ്യണ്ടല്ലോ. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി, എനിക്ക് ആ ഒരു 2 വർഷം മനസ്സിലായി പുള്ളിക്ക് ഇപ്പം പുള്ളി ഹാപ്പി ആകുന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് ജോലിയും വേണം, ഫാമിലി ഒരുമിച്ച് വേണം. അങ്ങനെയാണെങ്കിൽ പുള്ളി ഹാപ്പിയാണ്, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം ഇപ്പം നമ്മൾ വന്ന് പോയി ഇരിക്കും. ഇപ്പം തന്നെ കഴിഞ്ഞ മാസം ചേട്ടൻ അങ്ങോട്ട് വന്നു, ഈ മാസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. വെക്കേഷന് ഞങ്ങൾ 2-3 മാസം ഇവിടെ ഇവർ ഫാമിലി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നല്ലൊരു ജോലിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പുള്ളിക്ക്. ചേട്ടൻ ആദ്യം പഴയ ഒരു ഓഫീസിലോട്ട് തന്നെ പോയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇത് സ്കൂളാണ്, ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്. പേര് പറയേട്ടാ, മോഡേൺ ജനറേഷൻ ഞാൻ അവിടുത്തെ ഡയറി ഒക്കെ പിടിച്ചിരിക്കുന്നത്. മോഡേൺ ജനറേഷണൽ ഇന്റർനാഷണൽ സ്കൂൾ, ഈ സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സഞ്ജു ചേട്ടനെ സംബന്ധിച്ച് ഒരുപാട് ഇപ്പോൾ 3 മണി വരെ ഇവിടെ ഡ്യൂട്ടി ടൈം ഉള്ളൂ. രാവിലെ കയറി കഴിഞ്ഞാൽ 3 മണിക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫ്രീ ടൈം ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ബിസിനസ്സിൽ നിന്നും എനിക്ക് അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അത് ഞാനിവിടെ വരുമ്പോൾ അത് ഡൗൺ ആവുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 2-3 ആഴ്ചത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ അനിയനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് കൊറിയർ അയക്കാനൊക്കെ. പക്ഷേ എല്ലാവരും ജോലിക്കാരും ആൾക്കാരും ഒക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആരെങ്കിലുമൊക്കെ നിർത്തി. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം തന്നെ ഒരുപാട് കേസുകൾ കാണുന്നില്ലേ, പുറത്ത് ആരെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമെന്ന് അറിയത്തില്ല. മറ്റേത് ഫാമിലി മെമ്പർ ആകുമ്പോൾ നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവനെ സംബന്ധിച്ച് അവന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനിടയിൽ വന്ന് ചെയ്യണം. അല്ലെങ്കിൽ അനിയത്തിമാർക്കാണെങ്കിലും അവരും ബിസിയാണ്, അവരും ജോലിയുണ്ട്. അങ്ങനെ അതൊരു ട്രാക്കിൽ ബിസിനസ് ആയിട്ടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ മേ ബി ഇവിടോട്ട് തന്നെ നോക്കാം എന്നോ. എനിക്കിപ്പം എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ സെറ്റിൽഡ് ആയാലും നടന്നു പോകും. ഓൾറെഡി നമുക്കൊരു കസ്റ്റമർ ബേസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങ് നടന്നു പൊക്കോളും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ട്രാക്കിൽ ആയിട്ടില്ല. കൊറിയർ അയക്കാനൊക്കെ നമ്മൾ ആരെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് കൊറിയർ അയക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതാണ്. പിന്നെ എൻ്റെ ഒരു വരുമാനം വെച്ചാൽ ഞാൻ ഡെയിലി കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു പലയിടത്തും. നമ്മുടെ അടുത്തൊക്കെ ഉള്ളൊരു ഏരിയയിലൊക്കെ ഞാൻ കൊറിയർ അല്ല ഓയിൽ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് പെൻഡിങ് ആണ്, സ്റ്റോപ്പ്. അതിൻ്റെ ഒരു വരുമാനം അത് ഞാൻ ചെന്നിട്ട് വേണം ഒന്ന്. പലർക്കും ഈ ഷിപ്പിംഗ് ചാർജ് ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു 2-3 കിലോമീറ്ററിനുള്ളിലൊക്കെ ഷിപ്പിംഗ് ചാർജ് കൂടി ഇട്ട് വാങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കൊറിയർ അയക്കാനായിട്ട് ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങോട്ട് വരാമെന്നുള്ളതേ ഉള്ളൂ എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച്. എന്നാലും നമ്മളില്ലെങ്കിൽ ഒരു ഡൗൺ ആവുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 3 മാസം വന്ന് നിന്നപ്പോൾ 2-3 മാസം നമ്മളിപ്പോൾ ഇവൻ്റെ സ്കൂൾ അവധി സമയത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് നല്ലോണം അത് ബാധിച്ചത്. കുറേ കസ്റ്റമേഴ്സ് പോയായിരുന്നു. കാരണം ഞാൻ ഇന്നേവരെ ഈ കൊറിയർ അയക്കുന്നതിൽ നമ്മൾ വേറെ ആരെയും ഇൻവോൾവ് ചെയ്തിട്ടില്ല. നമുക്ക് അയക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനും അറിയില്ല. അപ്പോൾ 2-3 ബോട്ടിൽ ചോദിക്കുന്നവർക്കൊക്കെ ഒരു ബോട്ടിൽ അയക്കും. അങ്ങനെയൊക്കെ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയതുപോലെയൊക്കെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവന് ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. എന്നാലും അവന് അവിടോട്ട് ചെല്ലാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അവൻ്റെ ജോലിയുടെ ഇടയിൽ. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ നിന്നാലേ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്ന കാര്യം ഇല്ല. അപ്പം അതൊക്കെയാണ് സഞ്ജുചേട്ടൻ്റെ കാര്യം. എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം അതാണ്. ഫ്യൂച്ചർ പ്ലാൻ ഈ പറഞ്ഞതുപോലെ ബിസിനസ് ഒന്ന് പച്ച പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആഗ്രഹമുണ്ട്. അതുപോലെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള എനിക്ക് സത്യം ഒരുമിച്ച് നിന്നതിന് ശേഷം അടുത്ത ഒരു ബേബിയെ പറ്റി ചിന്തിക്കുന്നതിനോടാണ് കുറച്ചുകൂടി
താല്പര്യം. കാരണം ആദ്യത്തെ ഒരു തന്നെ എല്ലാവരും ഞാൻ എൻ്റെ വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ഇനി അടുത്ത കുട്ടീനെ സഞ്ജുചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഇപ്പം ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഉറക്കൊഴിഞ്ഞതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അടുത്തൊരു കുട്ടിക്കെങ്കിലും ആളെയും കൂടെ ഒന്ന് ഉറക്കൊഴിഞ്ഞൊക്കെ ഒന്ന് നോക്കട്ടെ അല്ലേ, ഒരു ഉത്തരവാദിത്വം ബുദ്ധിമുട്ടട്ടെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ബേബി പ്ലാനാണ്. ഞാൻ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എനിക്കൊന്ന് എല്ലാവർക്കും അറിയേണ്ടത് അതാണ്. കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും രണ്ടാമത് കുട്ടികളായിട്ടുണ്ട്. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് അതായത് കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കല്യാണം കഴിഞ്ഞ ഒരു 2-3 പേരിലായിരുന്നു ഞാൻ. 21 വയസ്സിൽ തന്നെ കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞുകൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബേബി ആയതും കൂട്ടത്തിൽ എനിക്കായിരുന്നു. കോളേജിലാണെങ്കിലും സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഫസ്റ്റ് ബേബി ആദ്യമൊക്കെ ആയതിൻ്റെ ഇടയിലും ഞാനുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ബേബി അവർക്കെല്ലാം അടുത്തടുത്ത് ബേബിയായി. എനിക്കിപ്പോൾ സെക്കൻഡ് ബേബി ഇത്രയും ഗ്യാപ്പായത് 6 വർഷമായത്. അപ്പോൾ പക്ഷെ എനിക്കത് കുഴപ്പമില്ല അത്ര. പിന്നെ വേറെ കോളേജിലുള്ള പല കുട്ടികളും ഇപ്പോൾ കല്യാണം കഴിക്കുന്നതൊക്കെ ഉള്ളൂ. അതെ ഉള്ളൂ. അതാണ് പിന്നല്ല. അതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. എനിക്കൊരു എന്താണ് അടുത്ത വർഷം എനിക്ക് 29 വയസ്സാവത്തേ ഉള്ളൂ. 30 വയസ്സിലൊക്കെയാണ് ഇപ്പോൾ ഓരോ ആൾക്കാർ അല്ല 30 വയസ്സിലൊക്കെയാണ് ഓരോ ആൾക്കാർ കല്യാണം തന്നെ കഴിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ബേബി പലരുടെ ഒരു സംസാരം സെക്കൻഡ് ബേബി ഒരുപാട് നമ്മൾ താമസിച്ചു പോയി എന്നാണ്. അത് അങ്ങനല്ല എന്താ ഉദ്ദേശം. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 30 വയസ്സിൻ്റെ ഉള്ളിൽ ഡെലിവറി ഒക്കെ കഴിയണമെന്ന് പണ്ടേ ഒരു ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പിള്ളേർക്ക് പ്രായമാകുമ്പോൾ നമുക്കൊരു ആരോഗ്യമുള്ള സമയത്തൊക്കെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദേവൻ്റെ ടൈമിൽ നല്ല ആക്റ്റീവായിരുന്നു. ആ ഒരു 21 വയസ്സിലൊക്കെ ഞാൻ ഒരു 23 വയസ്സിലാണ് ദേവൻ ജനിക്കുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ നല്ല ആക്റ്റീവായിരുന്നു. അവൻ്റെ ഫോട്ടോഷൂട്ട്, ബർത്ത്ഡേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും വയ്യ. ഞാൻ ആലോചന അടുത്ത കുട്ടിക്ക് ഇനി ഇതുപോലെയൊക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അല്ലെങ്കിൽ പറയില്ലേ ഈ ചേട്ടൻ എല്ലാം ചെയ്ത് എനിക്കൊന്നും ചെയ്തില്ല എന്ന് ആ കുട്ടി പറയും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ ഫോട്ടോഷൂട്ട് അതൊന്നും എനിക്കിപ്പോൾ അതൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ നല്ല പ്രായത്തിൽ നമുക്ക് കുട്ടികളാവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഇനിയും പ്രായം കൂടിക്കോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഇപ്പോൾ സത്യം പറഞ്ഞൊരു തള്ള വൈബ് ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയത്താണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ വേണമെന്നൊക്കെ ഉള്ളൊരിതുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പിള്ളേർക്കൊക്കെ ഒരു 20 വയസ്സാകുമ്പോൾ തന്നെ എനിക്ക് 30 വയസ്സാകുമ്പോൾ കുട്ടി ജനിക്കണമെങ്കിൽ എത്ര വയസ്സാവും? 60 അല്ലേ? എത്ര 50 വയസ്സാവത്തില്ലേ? അപ്പോൾ അതൊക്കെ കുറച്ച് ഏജ് നമ്മളിച്ചിരി നല്ല ഏജിലിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ കരിയറും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ അതിലൊന്നും തെറ്റുണ്ടെന്നല്ല എന്ന് വിചാരിച്ച് ഞാൻ ചിന്തിക്കുന്നത് തെറ്റല്ല. അതാണ് വേറൊരാളുടെ ഒപ്പീനിയൻ നമ്മൾ തെറ്റെന്ന് പറയുന്നതല്ല, നമ്മൾ നമ്മുടെ ഒരു ഇത് പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ ആദ്യത്തെ ഡേറ്റ് എങ്ങനെയാണ്? അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടു മനസ്സിലായല്ലോ അല്ലേ? അതാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. താങ്കൾ ഞങ്ങള് കണ്ടത് ഇതൊക്കെ നമ്മൾ പണ്ട് യൂട്യൂബിൽ അല്ലല്ല നമ്മൾ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടിട്ട് വെളിയിലോട്ട് ഫ്രണ്ട്സുമായിട്ട് പോയി. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കൊന്നുമല്ല. റെയിൽവേ സ്റ്റേഷൻ അല്ല, ബസ് സ്റ്റാൻഡിനകത്ത്. ഫസ്റ്റ് കാണുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ച്. എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ടല്ല, ഓട്ടോ പിടിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായത്. ഈ ഒരു കഥ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു, സംസാരിച്ചു, ഫ്രണ്ട്സുമായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് ഇങ്ങ് വന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം പെണ്ണ് കാണലായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിങ്ങനെ ഡേറ്റ് കണ്ടെന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും എന്താണ് അതും ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ഇപ്പുറത്ത് എന്താ ചോദിച്ചത്, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അതിൻ്റെ മറുപടിയും കൂടി ഇങ്ങനെ പറയാം. പണ്ടത്തെ ഇതിൽ ഞാൻ പറയുന്നത് കുറേ പേര് ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സൊക്കെ അയച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. ഞാൻ എൻ്റെ മുടിയാണെങ്കിൽ കുളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പന്നായിട്ട് കിടക്കുകയാണ്, ഉണങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സും ആൾക്കാരൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്, ഇതൊക്കെ തന്നിട്ടുള്ള. പണ്ട് യൂട്യൂബിലുള്ള പണ്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. വെൽ അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളത്. പിന്നെ ഞങ്ങൾ ഫോണിൽ ഏകദേശം ഒരു 8-9 മാസം ഞങ്ങൾക്ക് സംസാരിക്കാനും, ഞാൻ 8 മാസം വരെ ചേട്ടനെ കാണുന്നില്ല, നമ്മൾ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്നതല്ലാണ്ട് കാണുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ പെണ്ണ് കാണൽ വെച്ചപ്പോൾ എനിക്കും സഞ്ജു ചേട്ടനൊരു അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ വരണ്ട, ഇതൊക്കെ ഞാൻ പണ്ടേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്ന് ആ 2 വീട്ടുകാരും അറിയാതെ പെണ്ണ് കാണലിന് മുന്നേ ഒന്ന് കണ്ടായിരുന്നു. ആ കഥയാണ്. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോയിട്ട് കണ്ടായിരുന്നു. എനിക്കന്ന് എന്തോ യൂണിവേഴ്സിറ്റി അവിടെ എന്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ആ പോയ പോക്കിന് അങ്ങനെ കള്ളത്തരം ഇതായിട്ട് പോയി. ചേട്ടൻ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അല്ലേ, എങ്ങനെയല്ലായിരുന്നു ചേട്ടൻ നാട്ടിൽ വന്നിറങ്ങിയതിൻ്റെ പിറ്റേന്ന് അല്ലേ, അങ്ങനെയായിരുന്നു. അന്ന് ആ ടൈമിൽ വന്നിറങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ
ഞങ്ങൾ മീറ്റ് ചെയ്തു, സംസാരിച്ചു, പിരിഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്ന പോലെ പെണ്ണ് കാണലിനൊക്കെ ചെന്ന് നിന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടിയായതുകൊണ്ട് പറയാം, ആ ടൈമിലൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മേനെ കൊന്നനെ. ഇപ്പോഴും ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. കാരണം അന്ന് നമ്മൾ യൂട്യൂബിൽ കൂടി റിവീൽ ചെയ്തപ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത്. അതിനുശേഷം എൻ്റെ അമ്മ ഞാനങ്ങനെ ഭയങ്കര വിശ്വാസത്തോടെ വളർത്തിയതാണ്, എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമ്മൾ ഇപ്പോഴും ഇത് പറഞ്ഞ് കുത്താറുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഡേറ്റ് അങ്ങനെ വേളിയിൽ വെച്ചായിരുന്നു ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പെണ്ണ് കാണലിന് വന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു 1.5 വർഷമില്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി, 7 വർഷത്തിലോട്ട് പോകാൻ പോകുന്നു. അതൊക്കെയാണ് ഇത് കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ആക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ദേവാ സൗണ്ട് പൊന്നെ ഫോണിലാണ്. പറഞ്ഞോളൂ. ദേവൻ വന്നോ? ദേവന്റെ പോലെ ദേവൻ വെയിറ്റ് ചെയ്ത കൊല്ലത്ത് വരെയാണ്. ഇവനെ നമ്മൾ ഫോൺ കൊടുത്ത് നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് കോപ്പിറൈറ്റ് വരുമോ ഇതൊക്കെ? കുഞ്ഞു അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് പൊന്നി, ഇപ്പൊ വരാതെ. ഓക്കെ, ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ആക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നിങ്ങളിൽ ആരാണ്? ഹരിത അല്ലെന്നറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ അയച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നെ നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് ആരാണ് ഒരു പ്രോബ്ലം വന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് മിണ്ടുന്നത് സഞ്ജു ചേട്ടനാണ്. ആ കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോബ്ലം ഉണ്ടാക്കുന്നത് സഞ്ജു ചേട്ടനായിരിക്കും. അപ്പൊ ആരാണ് ഇനിഷ്യേറ്റീവ്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ മറ്റേ ആൺഭാവം പൊല്ലാതവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതെടുപ്പോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കുറെ കാര്യം. ഞാൻ അതിന് മാത്രം ബിഹേവിയാണോ? സ്ട്രോബെറി എല്ലാവർക്കും ഹായ് ഗൈസ് പറഞ്ഞേ. നമ്മൾ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എന്റെ ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സഞ്ജു ചേട്ടൻ നൈസ് ആയിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ കിടക്കട്ടെ. പിന്നെ വന്നിട്ട് എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാവേ. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് യു ഹാവ് ഫേസ്ഡ് ആസ് എ യൂട്യൂബർ? ഓക്കെ, ബിഗ്ഗസ്റ്റ് ചലഞ്ച് എനിക്ക് യൂട്യൂബിൽ വേറെ എല്ലാവർക്കും അറിയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയി. ഇങ്ങനെ യെസ് ഓക്കെ. അപ്പോൾ അതായത് ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെയാണ് ചലഞ്ച്. അത് യൂട്യൂബർ ആയതിനു ശേഷം അല്ല, ആസ് എ മദർ ഒരു അമ്മ ആയതിനു ശേഷം കുറച്ച് ചലഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അത്യാവശ്യം ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ ഉള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബേഴ്സ് ഒരു ആദ്യത്തെ മാസം തന്നെ 25,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. പിന്നെ ഈ കാണുന്ന ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ ഒരു 4 മാസം കൊണ്ടുണ്ടായതാണ്. അതിനുശേഷം ഞാൻ ആകെ 4 മാസമേ ഞാൻ യൂട്യൂബിൽ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്തോളൂ. ആ സമയത്തേക്ക് ഞാനിവനെ കൺസീവായി നാട്ടിൽ പോയതിനു ശേഷം ഞാൻ പറഞ്ഞില്ല 9 മാസം വരെ വോമിറ്റിങ്, ബെഡ് റെസ്റ്റ്. കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. കാരണം ഞാൻ വെയിറ്റും തീരെ കുറവായിരുന്നു. അത് കാരണം ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് എനിക്ക് ശ്രദ്ധിക്കണമെന്ന് തോന്നി. അപ്പം എനിക്ക് അതിലൊന്നും റിഗ്രറ്റ് ഇല്ല. അതൊക്കെ കാരണം എനിക്ക് ഒരു നല്ലൊരു മദർഹുഡ്, നല്ലൊരു ജേണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവനുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൊന്നും എനിക്ക് വേറെ പ്രശ്നമില്ല. പിന്നെ അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, കൊറോണയൊക്കെ കഴിഞ്ഞ എല്ലാ സെലിബ്രിറ്റീസും എല്ലാവരും ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സ് ആ ടൈമിലുണ്ടായിരുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഐശ്വര്യ ചേച്ചിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലഷ് വിത്ത് ആഷില. അപ്പോൾ അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനും വന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഷോർട്സ് വന്നതിന് ശേഷം കൂടുതൽ ലോങ് വീഡിയോസ് ആരും അധികം അങ്ങനെ കാണാറില്ല. ഇപ്പോൾ അവർക്ക് പോലും വലിയ എന്താ പറയുക അത്ര വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ കുറേ ഫാമിലി വ്ളോഗേഴ്സ് അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ വ്യൂസ് കുറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് മെയിനായിട്ടും എന്താ പറയുക, നമ്മൾ യൂട്യൂബ് ചെയ്യുമ്പം ഒരു കുഞ്ഞും കൂടെ ഉള്ളപ്പോൾ കുഞ്ഞിനെ നോക്കണം. അത് കഴിഞ്ഞ് യൂട്യൂബും കൂടെ ചെയ്യുമ്പോൾ മെയിനായിട്ടും നമ്മളൊരു വരുമാനം, അത് എനിക്ക് നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വരുമാനം നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ വരുമാനമൊന്നും കിട്ടാതെ ഇപ്പോൾ വീണ്ടും ഞാനത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ചലഞ്ചായിട്ട് തോന്നുന്നത്.
പിന്നെ എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവന് യൂട്യൂബ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാം. അപ്പോൾ ഇവൻ എപ്പോഴും ഈ ഷോർട്സ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പറയാം, അമ്മ എനിക്ക് പ്ലേ ബട്ടൺ വാങ്ങിച്ചു തരുമോ, എന്താ പറയുക, അങ്ങനെയൊക്കെ ചോദിക്കും. എനിക്കൊരു യൂട്യൂബ് ചാനൽ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നി അവൻ ഈ പ്ലേ ബട്ടൺ എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ട്. അവൻ അങ്ങനെ എല്ലാ കാര്യങ്ങളോടും ഒരു പ്രത്യേകിച്ചിട്ടൊരു എന്താ പറയുക, ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു താല്പര്യം അങ്ങനെയൊന്നും ഇല്ല ആ കുട്ടിക്ക്. അപ്പോൾ എനിക്ക് അവൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഏകദേശം ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ഒന്ന്, എന്നാലും ഇനി പണ്ടത്തെ പോലെ ഈസി അല്ല, ഒരു 1-2 വർഷം എടുക്കും ആ ഒരു പ്ലേ ബട്ടൺ ആ ഒരു ലെവലിലോട്ടൊക്കെ എത്താം മേ ബി. എന്നാലും ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ആക്റ്റീവ് യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ആകാൻ. കാരണം അവനും ഇഷ്ടമാണല്ലോ. പിന്നെ എനിക്കും തോന്നി കുറച്ചുകൂടി ഇപ്പോൾ കുറച്ച് ഞാൻ ഫ്രീ ആണ്. ഇനി അവ സ്കൂളിൽ പോയി കഴിഞ്ഞാലൊക്കെ ഞാൻ കുറച്ച് ഫ്രീ ആണ്, ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബിസി ആയിരിക്കും എന്നുള്ളതല്ലാതെ ചെറിയ ഷോർട്സ് എങ്കിലും ഇടാം. ഞാൻ എപ്പോഴും ലോങ് വീഡിയോ ഇടണമെന്നില്ല കേട്ടോ. ഷോർട്സ് എങ്കിലും അല്ലെങ്കിൽ വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ഇടാം എന്നുള്ളൊരു ഇൻകം എന്നുള്ളൊരു ഫോക്കസ് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഒരു വരുമാനം ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വരേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ദൈവം സഹായിച്ചിട്ടില്ല. എന്നാലും നമുക്കൊരു വരുമാനം കിട്ടിയ സന്തോഷം, അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ വരണതിന് മുന്നേ, ചേട്ടൻ മനഃപൂർവ്വം താമസിച്ച് വരല്ലേ? പണിയുണ്ടോ? അവന് സ്ട്രോബെറി കഴുകി കൊടുക്കാൻ പോയിരിക്കും കേട്ടോ. സ്ട്രോബെറി എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ. പിന്നെ ഒരു സ്റ്റാറ്റസിൽ C-സെക്ഷൻ ഡെലിവറി ആയിരിക്കും നെക്സ്റ്റ് ചൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. ബട്ട് വൈ നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് പറയാമോ എന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഇതുപോലൊരു ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ഇതിട്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ കുറേ പേര് ഇതുപോലെ എന്നോട് അതെന്തിനാണ് അങ്ങനെ പറയുന്നത്, നോർമൽ അല്ലേ നല്ലത്, C-സെക്ഷൻ നേരെ അടുത്ത് ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ആ ടൈമിൽ എനിക്ക് അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് മെസ്സേജ് അയച്ചു. നമ്മൾ കടന്നുപോയ ഒരു ഇപ്പം എല്ലാ പ്രഗ്നൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഡെലിവറി എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അത് ഓരോ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല പ്ലഷറബിൾ അനുഭവമായിട്ടുള്ള സുഖപ്രസവം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് അത്രയ്ക്ക് സുഖമുള്ളൊരു ഏർപ്പാടല്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സുഖപ്രസവമാണെങ്കിൽ ആ ഒരു സമയത്തെ വേദനയേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നുള്ളതൊക്കെയാണ്. പലർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നാമത്തെ സുഖപ്രസവം അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ആ ഒരു പെയിൻ എന്ന് പറയുമ്പോൾ ആ ഒരു 200 അസ്ഥികൾ ഒടിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ എന്താണോ അതാണ് ഒരു നോർമൽ ഡെലിവറി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പെയിൻ തന്നെ നമുക്കൊട്ടും അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് എപ്പിഡ്യൂറലൊന്നും ഞാൻ ആ ടൈമിൽ എടുത്തിട്ടില്ല, അറിയത്തൂടിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് എപ്പിഡ്യൂറലിനെ പറ്റിയൊന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെയിനും ഇല്ല എന്നുള്ളൊരു സംഭവമുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു നോർമൽ ആഫ്റ്റർ ഡെലിവറി. എനിക്കൊന്ന് പിന്നെയും ഞാൻ ആ ഡെലിവറി ടൈം പിന്നെയും എനിക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെയും എനിക്ക് നോർമൽ ഡെലിവറി പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷമുള്ള ഈ സ്റ്റിച്ചും കാര്യങ്ങളും, സ്റ്റിച്ചൊക്കെ പഴുത്ത് നല്ല സീനായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് ചിന്തിക്കാൻ വയ്യാത്തൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ക്യാപ്ഷൻ ഇട്ടതായിരുന്നു, എനിക്ക് നെക്സ്റ്റ് ഞാൻ C-സെക്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് ഒന്നാം കാര്യം അത് C-സെക്ഷൻ അതിൻ്റെ അർത്ഥം C-സെക്ഷൻ പെയിൻ ഇല്ലെന്നുള്ളതോ, ചേട്ടാ സംസാരം, C-സെക്ഷൻ പെയിൻ ഇല്ലെന്നുള്ളതോ അല്ലെങ്കിൽ C-സെക്ഷൻ വേദന ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാനത് പറഞ്ഞത്. എനിക്ക് ആ ഒരു നോർമൽ ഡെലിവറിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താ പറയുക, ഇനി ഒന്നും കൂടി എനിക്ക് താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അന്ന് ഡോക്ടർ ഒരുപാട് ബ്ലഡ് ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് എനിക്ക് ആഫ്റ്റർ ഡെലിവറി ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരുപാട് ബ്ലഡ് ലോസ് വന്നിട്ട് അന്ന് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഇയാൾ നെക്സ്റ്റ് അടുത്ത് C-സെക്ഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് അന്ന് ഡോക്ടർ ഒരു കമൻറ്റ് ഇങ്ങനെ പറഞ്ഞു തരുമോ, ഇനി അടുത്തൊരു ഡെലിവറിക്ക് C-സെക്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഇയാൾക്ക് നല്ലത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒന്നും വേറൊരാളുടെ ലൈഫ് അറിഞ്ഞിട്ട് വെറുതെ നമ്മൾ ഇങ്ങനെ ഉപദേശിക്കാൻ, അന്ന് എനിക്ക് ഒരുപാട് ഉപദേശമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ കുറച്ച് മാന്യമായിട്ട് ചോദിച്ചിരിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഒരുപാട് ഉപദേശം വന്നു. C-സെക്ഷൻ ചെയ്ത ആൾക്കാർ വന്നിട്ട് C-സെക്ഷൻ അങ്ങനെയാണ്, എണീറ്റ് ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, നോർമലാണെങ്കിൽ ആ ടൈമിലുള്ള വേദനയുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയണം, എൻ്റെ അമ്മയ്ക്ക് 2 നോർമൽ ഡെലിവറിയും അതുപോലെ യൂട്രസിൻ്റെ ഒരു ഓപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് നന്നായിട്ടറിയാം നോർമൽ ഡെലിവറി, അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ഈ പറഞ്ഞതുപോലെ C-സെക്ഷൻ്റെ കട്ട് സെയിം ആണല്ലോ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോഴും ഉള്ളത്, അത് ഇതായിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അമ്മയും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചൊക്കെ പഴുത്ത് പൊട്ടി പിന്നെ റീസ്റ്റിച്ച് ചെയ്തു.
അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് അമ്മയും പറയുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് സി സെക്ഷൻ ആണ് ചെയ്യാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പ്രൈവറ്റ് പാർട്ടിലുള്ള പിന്നെ നമുക്ക് ഈ പാഡും കാര്യങ്ങളൊക്കെ വെച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കമൻറ്റും അമ്മയുടെ ഭാഗത്തുനിന്നും കൂടി കേട്ടപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എന്നാൽ നമുക്കൊന്ന് നോക്കാം. എനിക്ക് അതും പേടിയാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഡെലിവറി ടൈമിൽ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷനൊക്കെ എടുത്തിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത്, ഈ സ്റ്റിച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയും. അപ്പോൾ ഡോക്ടർ എന്താണോ എനിക്ക് പ്രിഫർ ചെയ്യുന്നത്, അല്ല നോർമൽ ഡെലിവറി ആക്ക് നമുക്ക് ആ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നോർമൽ ഡെലിവറി തന്നെ ഞാൻ ചൂസ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോകാൻ നല്ല ടെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഈ വർഷങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വിടുന്നത് ഞാൻ ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു പാനിക്കായിട്ട് ഒരു ട്രോമയായിട്ടാണ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മേ ബി സി സെക്ഷൻ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക എന്നുള്ളത്. മേ ബി കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു സി സെക്ഷനിൽ കൂടെ തന്നെ ഇനി നമുക്ക് ഈ ഡെലിവറി എന്താ പറയുക പ്രസവം നിർത്തുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സി സെക്ഷൻ ആണെങ്കിൽ അതിൽ കൂടിയൊക്കെ കഴിയുമെന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഫസ്റ്റ് നോർമൽ ഡെലിവറി കഴിഞ്ഞ് സെക്കൻഡ് സി സെക്ഷൻ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരുടെ ഒരു പറച്ചിലും എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു വലിയ കുഴപ്പമില്ല സി സെക്ഷൻ എന്നുള്ളതാണ്. നാത്തൂന് ഫസ്റ്റ് ഡെലിവറി നോർമലായിരുന്നു, രണ്ടാമത്തെ സി സെക്ഷൻ ആയിരുന്നു. നാത്തൂൻ്റെ ഒരു ഇതിൽ നിന്നും എനിക്ക് എന്നോട് പറഞ്ഞ് ഈ സി സെക്ഷൻ നോക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം എൻ്റെ ഈ കണ്ടീഷനൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടിനും പെയിനുണ്ട്. കമ്പാരിറ്റീവ്ലി എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഉള്ളൊരു രീതിയിലുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. പലർക്കും അതാ ഞാൻ പറഞ്ഞത്, പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ചിലപ്പോൾ ഈ സി സെക്ഷൻ്റെ എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറിയുടേതും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ ഈ പെയിൻ ടോളറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എല്ലാവർക്കും ചില ആൾക്കാർക്ക് ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയൊരു വേദന തന്നെ സഹിക്കാം. ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ പെയിന് സഹിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടി പെയിൻ എനിക്ക് സഹിക്കാൻ പെയിനിൻ്റെ ഒരു സംഭവമല്ല, പിന്നെ ഈ കോംപ്ലിക്കേഷൻസ് ആവുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് എല്ലാ മാസവും പീരീഡ് പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര നല്ല കൂടുതലാണ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവസാനം ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോവേണ്ടി വരും, അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് അതൊന്ന് സെറ്റ് ആവുന്നത്. അപ്പോൾ അതിനേക്കാളും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്നുള്ളൊരു രീതിയായിരുന്നു എനിക്ക് ഡെലിവറി പെയിനും. അത് തന്നെ എനിക്കൊരു പേടിയല്ല, ഞാൻ പറയില്ലേ, അതിന് ശേഷമുള്ള ഈ കാര്യങ്ങളുടെ ഒരു പേടി കാരണമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ചിലപ്പോൾ ഡോക്ടറിൻ്റെ ഞാൻ പറയില്ല, അടുത്ത നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് ഡോക്ടറിൻ്റെ ഒരു ഇത് ഉണ്ടല്ലോ, പിന്നെ വെറുതെ അങ്ങനെ എല്ലാവർക്കും സി സെക്ഷൻ ചെയ്യത്തില്ല. എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്താണോ പറയുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ഡോക്ടർ എന്താണോ പറയുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്ന അടുത്ത് ആവുമ്പോൾ. അത് വെറുതെ പിന്നെ ആ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ നോർമൽ ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അത്രയും പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. ഈ ഒട്ടും നോർമൽ അല്ലായിരുന്നു, അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ ചേട്ടാ വരാവോ? ഇല്ല, താങ്കൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇല്ല വായോ, എന്നിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാ ഇതില്? നിങ്ങളുടെ ലവ് മാരേജ് ആണോ? കുക്കിങ്ങിലെ പ്രൊഫഷണൽ ആർട്ടാണ് ഞാൻ കുക്ക് ചെയ്യത്തില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. എന്നാലും കൂടുതലും കുക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാനാണ്. പറ ആരാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്? ആകെ സാമ്പാർ. അതിൽ ഞാൻ സമ്മതിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നതിൽ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പറായിട്ട് സഞ്ജു ചേട്ടൻ സാമ്പാർ ഉണ്ടാക്കും. പിന്നെ ഒരു ക്യാബേജ് തോരൻ. ഇതിൽ രണ്ടിലുമാണ് താങ്കൾ പ്രൊഫഷണൽ അല്ലേ? ബാക്കി ചിക്കൻ കറി, മീൻ കറി, അങ്ങനെ പറ. അതിലാ ഏറ്റവും ടേസ്റ്റ് ആണ് ഞാൻ എന്നാലും ഏറ്റവും അപ്പൊ ഞാൻ ഇനി തൊട്ട് എല്ലാം എന്നാ താങ്കൾ തന്നെ വയ്ക്കേണ്ടി വരും. പറ. സമ്മതിച്ച് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ പറയും ഈ സൂപ്പർ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം വീഡിയോ എടുക്കുമ്പോൾ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ ചോദിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സത്യസന്ധമായിട്ട് പറയാം, സത്യസന്ധമായിട്ട് പറ. അടിയോ പ്രൊഫഷണല് ഞാൻ തന്നെ എന്നെ പറയുന്നത് ഞാനൊരു ഷെഫാണെന്നാണ്. ഞാൻ ചെയ്യുന്നത് ഞാൻ നല്ല വൃത്തിക്ക് നല്ല ഞാൻ വയ്ക്കുന്ന എല്ലാം ടേസ്റ്റ് ഉള്ളതല്ലേ ഏട്ടാ? പറ.
വയ്ക്കുന്നല്ല നല്ല ടേസ്റ്റിൽ വയ്ക്കും. അതെ അതെ കരഞ്ഞോണ്ട് എനിക്ക് ആൾക്കാർ പറയും പാവം ആ സജു ചേട്ടൻ്റെ ഒരു അവസ്ഥ കരഞ്ഞോണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തി പറയുന്നെന്ന് പറയും. പറ. അതെ വെക്കുന്നതല്ല നല്ല ടേസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണലായിട്ട് മാത്രമേ ഞങ്ങൾ വയ്ക്കാറുള്ളൂ. അങ്ങനെ സീക്രട്ട് നിക് നെയിം എന്താണ്? ഒന്നുമില്ല എനിക്ക്. സജു ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ സത്യം പൊന്നു ബഹളം വെക്കല്ലേ. ഞാൻ സഞ്ജുച്ചി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാപ്ഷനൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. സഞ്ജുച്ചി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കും. സഞ്ജുച്ചി അങ്ങനെ പറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇട്ട പേരാണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ച് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ സഞ്ജുച്ചി എന്ന് ഞാനല്ല പേരിട്ട്. ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ എനിക്കൊന്ന് അജീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ. അജീഷ് ചേട്ടനാണ് സഞ്ജുച്ചി എന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് സഞ്ജുച്ചി എന്നുള്ള പേര് ഇട്ടത്. അത് ആണ് ചേട്ടൻ്റെ ഒരു നിക് നെയിമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ നിക് നെയിം ഇല്ല. പിന്നെ ചേട്ടൻ്റെ നാട്ടിൽ ആരുണ്ടെങ്കിൽ ചേട്ടൻ സഞ്ജപ്പൻ മറ്റേ പുള്ളി സഞ്ജപ്പൻ എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ സഞ്ജുവിന്റെ പേരിലും കൂടെ ഇച്ചിയും അങ്ങനെയൊക്കെ ഉള്ളു. എൻ്റെ വീട്ടിൽ പേര് ചക്കര എന്നാണ്. അതാണ് എൻ്റെ നിക് നെയിം. അതേ ഉള്ളൂ. അതാണ് നിക് നെയിം. പിന്നെ ദേവനെ പറ്റി പറയും. അതെങ്കിലും കാര്യങ്ങൾ പറ. ഒരു ദേവന്റെ അപ്ഡേഷൻസ് കൊടുക്കാം. ദേവന്റെ അപ്ഡേഷൻ എന്താ? ദേവൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഹാപ്പിയാണ് ആള്. എത്ര പഠിച്ചു പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അവൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണ്ടാട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ എൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അവരെയൊക്കെ ഡെയിലി കാണണമെന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം അവന് തിരിച്ചു പോകണ്ട. അച്ഛൻ റിട്ടേൺ ടിക്കറ്റ് എടുക്കല്. പിന്നെ അതിന്റെ മെയിൻ റീസൺ സ്കൂളിൽ പോകണ്ട എന്നുള്ളത് കൂടെയാണ് കേട്ടോ. ദേവനെ പറ്റി പറയാനാണെങ്കിൽ അവൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ബോയ് ആണ്. ഞാൻ പെൺകുട്ടി വേണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക് കിട്ടിയ ആൺകുട്ടിയാണ്. അപ്പോൾ അവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ജെൻഡറിനോടുള്ള ആ ഒരു മെൻറ്റാലിറ്റി തന്നെ മാറി. പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എൻ്റെ മൈൻഡിൽ നിന്ന് മാറിപ്പോൾ അത് നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യം കൂടിയാണ്. അതായത് ഞാൻ പണ്ട് എനിക്ക് പെണ്ണ് തന്നെ വേണം എന്നൊക്കെ ഉള്ള ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. കാരണം പണ്ടൊക്കെ ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് പെൺകുട്ടി ഇഷ്ടമില്ല അല്ലേ, ആൺകുട്ടികളാവണം എന്നൊക്കെ ഈ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നു. അതിനേക്കാൾ ഉപരി എനിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടത്തണം. അതായിരുന്നു എൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയാം. അത് കഴിഞ്ഞ് ഇപ്പം എനിക്കൊന്ന് ഞങ്ങൾ ഇന്ന് ഒരു റീൽ കണ്ടതാണേ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പെൺകുട്ടി ഞാൻ എപ്പോഴും എനിക്കിങ്ങനെ കുട്ടികളുടെയൊക്കെ കയറി ഇപ്പോൾ ജെൻഡർ റിവീലിൽ ബോയ്സ് എന്ന് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാർക്ക് കുറേ നെഗറ്റീവ് കമൻസ് ആണ്. അതായത് ഗേൾസ് ചൈൽഡാണ് ബെസ്റ്റ്, എന്തോന്നു പെൺകുട്ടികളെ വയസ്സാം കാലത്ത് നമ്മളെ നോക്കത്തുള്ളൂ, പെൺകുട്ടികളെ വയസ്സാം കാലത്ത് വെള്ളം തരത്തുള്ളൂ. അപ്പോൾ എനിക്കും അങ്ങനെ കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സഞ്ജു ചേട്ടൻ്റെ കാര്യം എനിക്കറിയാം. സഞ്ജു ചേട്ടൻ അമ്മയെ ട്രീറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ആൺകുട്ടി പെൺകുട്ടികളാണ് നോക്കുള്ളൂ, അതൊക്കെ നമുക്കൊരു ലക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അത് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ കുട്ടികളെ ജനിപ്പിക്കുന്നത്. നമ്മളെ നോക്കണം എന്നുള്ളൊരു രീതിയിലല്ല നമ്മൾ കുട്ടികളെ കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ ഭൂമിയിലേക്ക് അല്ലേ നമ്മുടെ ഇഷ്ടത്തിന് അവർ വരും. അത് അവർ നമ്മളെ നോക്കണം എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. പിന്നെ ആൺകുട്ടികൾ അമ്മമാരെ അച്ഛന്മാരെ നോക്കത്തില്ല, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. നമ്മളെങ്ങനെ അവർക്ക് സ്നേഹം കൊടുക്കുന്നോ അതുപോലെ ആയിരിക്കും അവർ തിരിച്ചു തരുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ദേവനൊക്കെ എന്നെ ആണെങ്കിലും ഇപ്പം എന്നെ മാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ചേട്ടനെ ആണെങ്കിലും അവൻ ഭയങ്കര ലവബിളാണ്. ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഹാപ്പിയാണ്. നാളെ അവൻ നല്ലൊരു മനുഷ്യനായിട്ട് വളരണം, അല്ലാതെ നമ്മളോട് അത്രയും ഇതാക്കണം എന്നുള്ളൊരു സംഭവമൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആൺകുട്ടി പെൺകുട്ടി അല്ലെങ്കിൽ രണ്ടും പെണ്ണായ പ്രശ്നം, രണ്ടും ആൺകുട്ടിയായ പ്രശ്നം, ഞാൻ ഇടയ്ക്കൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അടുത്തും ആൺകുട്ടിയാണെങ്കിൽ നിനക്ക് വിഷമമാകുമെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കൊരു പെൺകുട്ടി വേണം, അതല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, നമുക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു സംഭവം, അതൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ഇഷ്ടമാണ് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരുക്കി നടത്താനൊക്കെ ഇഷ്ടമാണ്. ആ ഒരു രീതിയിലല്ലാതെ അടുത്തും ആൺകുട്ടി ആയാലും നമ്മൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ചേട്ടന്. അങ്ങനെ തന്നെയാണ്. പെൺകുട്ടി ആയാലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ആൺകുട്ടി ആണെങ്കിൽ നമ്മുടെ ബ്ലഡാണ് നമുക്ക് സന്തോഷമായിരിക്കും. ആ ഒരു രീതിയിലാണ്. പിന്നെ അവൻ ഭയങ്കര കൈൻഡായിട്ടുള്ളൊരു ബോയാണ്. എല്ലാ കാര്യം അവൻ ഭയങ്കരമായിട്ട് മനസ്സിലായി. ഇപ്പം ഞാനും അവന് മാത്രമേ ഉള്ളൂ, ചേട്ടൻ അടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സങ്കടം പുറത്ത്, അത് ചേട്ടനില്ലാത്തതിൽ അവന് വിഷമമുണ്ട്. പക്ഷെ എനിക്ക് വിഷമാവും എന്ന് പറഞ്ഞിട്ട് അത് പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അവനറിയാനുള്ള ആൾക്കാർക്ക് അറിയാം. ഇച്ചിരി ഒരു ചാട്ടോട്ടം ഒരു വികൃതിയാണ് എന്ന് അല്ലേ, ഭയങ്കര ഒരു ഭയങ്കര ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ബാഡ് വേർഡ്സ് ആണ്. അത്യാവശ്യം ആക്റ്റീവൊക്കെ ആണെങ്കിലും അവൻ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം അവന്, അതായത് ഇപ്പം ആരായിക്കോട്ടെ, അവനിപ്പോൾ കുറച്ച് നാൾ കണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവരെ ജീവനാണ്. എല്ലാ ആൾക്കാരെയും അവന് ഭയങ്കര സ്പെഷ്യലാണ്. അത് ആരെന്നൊന്നുമില്ല അവന്. അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര
സ്നേഹമുള്ള കൈൻഡായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ബ്ലെസ്ഡ് ആണ്, പ്രൗഡാണ്. അത്രേ ഉള്ളൂ അവനെ പറ്റി പറയാൻ. പിന്നെ നിങ്ങളുടെ ലവ് മാരേജ് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബിസിനസ് ടോക്ക് സീരീസ് പ്ലാൻ ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് അത് ബിസിനസ് ടോക്സ് സത്യം പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് പിന്നെ പറയാനോ ചേട്ടനും കൂടെ ഉള്ള ഓക്കെ സീക്രട്ട് നെയിം കുക്കിംഗ് പ്രോ അതൊക്കെ ഉള്ളൂ. ഞാൻ റിപ്പീറ്റ് ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. ആരാണ് കൂടുതൽ പൊസസീവ്? അയ്യാമേ റെഡ് ഫ്ലാഗ് ഒന്നും അല്ല. ഞാനൊരു റെഡ് ഫ്ലാഗ് ആണോ സഞ്ജുട്ടാ? യെല്ലോയാ? ഗ്രേ? അല്ലല്ല, അത് ഈ പൊസസീവ് ആയിട്ടുള്ള ബന്ധമല്ല. ടോട്ടലി ഞാനൊരു റെഡ് ഫ്ലാഗ് ആണ്. ഒരു ഗ്രേ ആണ്. ഞാനൊരു ഗ്രേ ആണ്. സഞ്ജു ചേട്ടൻ ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആണ്, ഒരു മറ്റേ ആമസോൺ കാട്. അപ്പൊ ഞാൻ പൊസസീവേ അല്ല. പൊസസീവ് എന്നല്ല, എല്ലാ കാര്യത്തിലും പുള്ളി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് ചില കാര്യങ്ങളിൽ എനിക്ക് ഇച്ചിരി പൊസസീവ്, നമ്മുടെ അടുത്തുള്ള ഒരു സ്നേഹമുള്ള ആൾക്കാരാണല്ലോ പൊസസീവ്. അങ്ങനെയല്ല കേട്ടോ, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയാൽ അത് മാറും. കിട്ടുമ്പോഴാണ് അപ്പം അതെ എനിക്ക് കുറച്ച് ചില കാര്യങ്ങളിലൊക്കെ സഞ്ജുവിന് ഒന്നും അറിയണ്ട എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് എന്തിടുന്നു, എവിടെ പോകുന്നു, ആ പൊക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യില്ല, ആ പൊക്കോ എന്നൊക്കെ പറയാം. അവിടെ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് ചില സമയത്ത് എനിക്ക് പക്ഷേ പ്രശ്നമാണ്. ചേട്ടൻ ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ പോകുന്നു, ആരോടെ പോകുന്നു എന്നൊക്കെ എനിക്കറിയണം. പിന്നെ ചാറ്റൊക്കെ ഞാൻ ചിലപ്പോൾ അത് ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഒരുപാട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ചേട്ടൻ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെയല്ല, 37 മിനിറ്റ് ആയി അതുകൊണ്ട്. അല്ല, ഞാൻ കുറച്ച് പോസസീവാണ്. സഞ്ജയുടെ ഒട്ടും പോസസീവ് അല്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒരു റെഡ്നെസ് ഈ മനുഷ്യൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചില സമയങ്ങളിൽ ഈ ഒരു പോസസീവിൻ്റെ കാര്യം, സ്നേഹമുള്ളിടത്തല്ലേ നമുക്കൊരു പോസസീവ്നെസ് വരുള്ളൂ. അതിൻ്റെ തെറ്റായ ധാരണ ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. പൊസസീവ് ഞാനാണ്, ഞാൻ ഇച്ചിരി പൊസസീവാണ്. ഞാനതിൽ ഭയങ്കര ഓവറായിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന വായി നോക്കുന്നത് അല്ലേ? ഞങ്ങൾ ഭയങ്കരമായിട്ട് അതൊക്കെ പറ്റും. ഞാൻ ഏതെങ്കിലും പെമ്പിളർ പോകുമ്പോൾ ഞാൻ നോക്കേട്ടാ ആ പെൺകുച്ചിനെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്നൊക്കെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. അതുപോലെ ആമ്പിളർ പോകുമ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ച് എന്റെ ബ്യൂട്ടി കോൺസെപ്റ്റേ അല്ല സഞ്ജു ചേട്ടന്റെ ബ്യൂട്ടി കോൺസെപ്റ്റേ അല്ല എന്റേത്. അതായത് അവരെയൊക്കെ പേര് പറഞ്ഞു പ്രശ്നം വരുന്നത് ഞാൻ പറയുള്ളത്. ചില സിനിമാ നടികളുടെയൊക്കെ പേര് അപ്പോൾ അത് നല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ചേട്ടൻ ഒരു പ്രത്യേക മുഖ ഷേപ്പുള്ള ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ആ മുഖ ഷേപ്പുള്ള ആൾക്കാർ എനിക്കതൊരു ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യാറില്ല. എല്ലാവർക്കും ഒരു ഇതാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് കാണുമല്ലോ. അത് വെച്ചിട്ട് എന്നെ സംബന്ധിച്ച് കുറച്ച് നീണ്ട മുഖമൊക്കെ ഉള്ള ആൾക്കാരാണ് എനിക്ക്. ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ നല്ല വട്ട മുഖമുള്ള ആൾക്കാരൊക്കെയാണ് ചേട്ടൻ്റെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ്. അങ്ങനെ പറയാൻ പറ്റില്ല. ചില സമയത്ത് സഞ്ജുവിന് ഭയങ്കര, എനിക്ക് ചില സമയത്ത് നല്ല പെമ്പിളരെ കാണുമ്പോൾ ഞാൻ പറയും നല്ല ചേട്ടൻ ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റ്നെസ് കൂടും കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ചേട്ടൻ അത് ഭയങ്കര വണ്ണമാണെന്ന് പറയും. ചില പെമ്പിളരെ ഞാൻ പറയും അയ്യോ ആ കൊച്ച് അതിനൊക്കെ അപ്പം ചേട്ടൻ അതിനെക്കാളും നല്ല ഞാൻ അത്ര പോരാ എന്ന് പറയുമ്പോൾ ചേട്ടൻ എനിക്ക് കുശുമ്പാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറയും. അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും അത് ഭയങ്കര വണ്ണമാണ്. ചേട്ടൻ പറയുമ്പോൾ നീ മെലിഞ്ഞിരിക്കണുണ്ടോ അസുഖയാണ് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓരോരോ പിന്നെ ചേട്ടൻ കണ്ണാടി വെച്ച പെമ്പിളരോട് എന്തായാലും എനിക്ക് ഇഷ്ടമേ ഇങ്ങനെ കണ്ണാടി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചേട്ടൻ പറയും കണ്ണാടി വെച്ച നല്ല രസമുണ്ടെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുറച്ച് കോൺസെപ്റ്റ് അവിടെ ഇവിടെ ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് വെച്ച് സഞ്ജയൻ എന്നെ ഇഷ്ടപ്പെടേണ്ടതേ അല്ല. അതായത് ചേട്ടൻ്റെ മുടിയുള്ളതൊന്നും ഇഷ്ടമല്ല. ഞാൻ പണ്ടേ പറഞ്ഞു ചേട്ടൻ നീളമുള്ള മുടിയൊന്നും ഇഷ്ടമില്ല. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ വെട്ടിയൊക്കെ ഇട്ട് കുറച്ച് മുടി ഷോർട്ട് ഹെയർ ഒക്കെയാണ് ഇഷ്ടം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിന്റെ മുടി കണ്ടാണ് ചെടി ഇഷ്ടപ്പെട്ട എന്നൊക്കെ ഇവിടെ എനിക്ക് അറിയില്ല എന്താ സത്യം പറ. താങ്കൾക്ക് എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ട? എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക്. താങ്കളല്ല നമ്മൾ തമ്മിൽ അടിയാണ് സൗണ്ട് സഞ്ജു. കൂടുതൽ പൊസസീവ് ഞാനാണ് കേട്ടോ. പിന്നെ കുറച്ച് നൈറ്റ് ഓൾ ആരാണ് എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഈ രാത്രിയൊക്കെ കുറേ നേരം മൊബൈലിലൊക്കെ നോക്കിയിരുന്നു. ഒരുപാട് ടൈം ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ രാവിലെ എണീക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇച്ചിരി മടിയാണ്. പക്ഷെ ഇപ്പം ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയ ശേഷം വരൂ ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് അപ്പോൾ ദേവൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്.
നൈറ്റ് ഓൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ജോലിക്ക് പോയതിനു ശേഷം ചേട്ടാ ഓട്ടോമാറ്റിക്കലി ഇവിടെ നേരത്തെ പോകണം. അതായത് ഒരു 7-7:30 ആകുമ്പോൾ ഇവർക്ക് ഡ്യൂട്ടിക്ക് ചെയ്യണം. പിന്നെ 2 മണി വരെ ഉള്ളൂ. പിന്നെ ചേട്ടൻ ഒരു 3-3:30 വരെയൊക്കെ ഇരിക്കും. അപ്പോൾ രാവിലെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിൽ സഞ്ജു ചേട്ടൻ രാവിലെ തന്നെ അങ്ങ് എണീക്കും. പക്ഷെ രണ്ടുപേരും സെയിം ആണ്. ചേച്ചിയുടെ സ്കിൻ കെയർ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കാര്യമായിട്ട് പറയാം. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ടൈം വരെ തൊട്ട് സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബർ ആയിരുന്നു. എന്നാൽ പോലും ഞാൻ വലിയ കാര്യത്തിൽ സ്കിൻ കെയർ ചെയ്യുന്നതാണ്. ഞാൻ കൂടുതൽ ഹെയർ കെയറും കാര്യങ്ങളും വീഡിയോസും അങ്ങനെ ആയിരുന്നല്ലോ. ഹെയർ കെയർ ചെയ്യും, പക്ഷേ സ്കിൻ കെയർ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എന്താ പറയുക, സ്കിൻ കെയർ ഞാൻ ചെയ്യാതിരുന്ന സമയത്ത് എൻ്റെ സ്കിന്ന് നന്നായിട്ടിരുന്നു. അതായത് മുഖക്കുരുവൊന്നും ഇല്ലായിരുന്നു. ചേട്ടൻ തലയായിട്ട് മുഖക്കുരുവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെയ്യുമെന്ന് വെച്ചാൽ മുഖം കഴുകും. ആ ടൈമിൽ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകും. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ ഇതൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഒരു 25 വയസ്സ് വരെയും ഞാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബിസിനസ് തുടങ്ങി. എനിക്ക് സ്വന്തമായിട്ട് കയ്യിൽ കാശൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് സ്കിന്നിന് നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ, അപ്പോൾ നല്ല പ്രോഡക്ട്സ് ഒക്കെ മേടിക്കണം എന്ന് പറഞ്ഞ് മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് കുറച്ച് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ഫേസിന്. ഇപ്പോൾ ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, റോങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലാതെ അത് ഏതുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടായിരിക്കാം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. പിന്നെ എന്താ പറയുക, ഫേസിൽ കുറേ കുരുക്കൾ വന്നായിരുന്നു. അത് അപ്പോൾ അങ്ങനെയൊക്കെ എന്നാലും ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അതായത് മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്കൂൾ ടൈം ഞാനാണ് ഇവനെ കൊണ്ടാക്കാൻ പോകുന്നതും വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവൻ്റെ സ്കൂൾ ടൈം കറക്റ്റ് 2 മണിക്കാണ് വിടുന്നത്. അത്രയും വെയിലെത്ത് വേണം ഇവനെ വിളിച്ചിട്ട് വരാൻ. അങ്ങനെ ഇവന് LKG ഫുള്ള് സൺസ്ക്രീൻ ഒന്നും ഇടാതെയൊക്കെ വിളിച്ചിട്ടൊക്കെ വന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ അവിടെ വൈറ്റ് സ്പോട്ട്സ് വന്നു. ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലുലു ഏകയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവർ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനൊക്കെ ഇപ്പോൾ ഇടുന്നുണ്ട്. കുറച്ചൊന്ന് ഫെയ്ഡ് ആവുന്നുണ്ട്. അത് സണ്ണിൻ്റെ മീൻസ് സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള പ്രശ്നമായിരുന്നു. എന്നാലും ഉണ്ട്. എന്നാലും ഞാൻ ഈ കൺസീലറൊക്കെ ഇട്ട് മറിച്ചിട്ടാണ്. മൂക്കിൻ്റെ ഇവിടെ ഒരു 2 സ്പോട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സ്കിൻ കെയർ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഇച്ചിരി കാശ് മുടക്കുന്നുണ്ട്. എനിക്ക് അതിലൊക്കെ ഇച്ചിരി വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഉള്ള സ്കിൻ കെയർ കാര്യങ്ങളുമാണ്. പിന്നെ ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അത് ഞാൻ ലുലുവിൽ തന്നെ ഏകയിലാണ്. ഏക പലയിടത്തും ഉണ്ട്. ട്രിവാൻഡ്രത്ത് 2 പിന്നെ ലുലുവിലാണുള്ളത്. ഞാൻ ലുലുവിൽ ഏകയിൽ നിന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് ഹെയർ റിമൂവൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഹോർമോണൽ ചേഞ്ചൊക്കെ വന്നിട്ട് ഭയങ്കര ഓവർ ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഭയങ്കര ഡിസ്കളറേഷൻ മീൻസ് നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കര ഡാർക്ക് കളറൊക്കെ ആയപ്പോഴും ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുള്ളൂ. അതായത് എനിക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പല മെത്തേഡുണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് കുരുക്കളൊക്കെ വന്നിട്ട് അലർജിയാണ്. എനിക്ക് അതൊക്കെ അലർജി ആയിരുന്നു. പിന്നെ നിവർത്തിയില്ലാതെ ഞാൻ ഈ ലേസർ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു. അങ്ങനെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓണ സമയത്ത്. അങ്ങനെ കൊണ്ടുവന്ന് എത്ര സിറ്റിങ്ങിന് വേണ്ടി പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, 2-3 സിറ്റിംഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ബേബി പ്ലാനിങ് ഒന്നും ഇപ്പോൾ പാടില്ല, ലേസർ അല്ല. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇതുവരെ സ്റ്റഡീസൊന്നും ഭയങ്കര ഹാംഫുൾ റേസൊന്നും അല്ല ഈ ലേസർ. ഈ മുടി കരിയിച്ച് കളയാൻ അതിന് ഫോക്കസ് ചെയ്യുന്ന ഇതാണ്. വേറെ ഇതൊന്നുമില്ല. എന്നാലും സ്റ്റഡീസൊന്നും ഇല്ലാത്തത് കാരണം വേണ്ട, ഇപ്പോൾ ബേബി ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ കഷ്ടകാലത്തിന് ഈ പറഞ്ഞതുപോലെ പൈസയും കൊണ്ട് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊക്കെയാണ് കുറച്ച് വർഷങ്ങൾ നമ്മൾ ഇച്ചിരി മാറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു റീസണാണ്. ഹെൽത്ത് വേസ് എന്നൊക്കെ പറഞ്ഞതിൽ ഒരു റീസൺ ഇതാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2026 ലാസ്റ്റ് വരെയും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. പക്ഷെ അതിപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ സെപ്പറേറ്റ് പറയാം കേട്ടോ. അതായത് ഇപ്പോൾ എനിക്കൊരു 4 സിറ്റിംഗ് ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി. പിന്നെ ഹെയർ ഗ്രോത്ത് പോയപ്പോൾ തന്നെ അത്യാവശ്യം ഈ ഒരു പോർഷനിലൊരു ഡിസ്കളറേഷനും മീൻസ് ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങൾ തോന്നുന്ന കളർ ജസ്റ്റ് ഒന്ന് മാറി. ഭയങ്കര ഫെയർ ആയെന്നുള്ള സംഭവമൊന്നുമല്ല, എന്നാലും കുറച്ച് ഇതുണ്ട്. പിന്നെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് പറയാം, വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ബിസിനസ് ടോക്സ് സീരീസ് ചെയ്യാത്തതിൻ്റെ കാര്യം അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ പിന്നെ പറഞ്ഞാൽ തോന്നുന്നു. അത് ആ ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു സീരീസ് ആയിട്ടൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ദേവൻ ഒരു 10-12 ദിവസം പനിയൊക്കെ വന്നു. അതിൻ്റെ പറയുകയായി. പിന്നെ നടന്നില്ല കേട്ടോ. അതാണ് സംഭവം. അത് ചെയ്യണമെന്ന് എനിക്കുണ്ട്, നോക്കാം. അങ്ങനെ അത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നതങ്ങ് മാറും. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
മാനിഫെസ്റ്റേഷൻ ഒരു റീല് കണ്ടിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ എന്നുള്ളതാണ് കേട്ടോ. അത് എനിക്ക് ഒരു 2-3 പേര് ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നെ അടുപ്പുള്ള കുറച്ച് പേർക്ക് അറിയാം. ഞാൻ റീൽസും ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവർ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ എൻ്റെ റീല് ഇതോടുകൂടി ക്വസ്റ്റ്യൻ തീർന്നു കേട്ടോ. സഞ്ജേട്ടാ, അയ്യോ സന്തോഷമായി. എന്നാലും പറഞ്ഞേ, കുറച്ചൊന്ന് ലാസ്റ്റ് പറഞ്ഞു തീർന്നതിന് മുന്നേ. അതെ, താല്പര്യമില്ല. മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മാനിഫെസ്റ്റേഷൻ ഒരു 2024 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് വെറുതെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു വിഷ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി. ഇതുപോലൊരു ഡയറി എടുത്തിട്ട് പിന്നെ ഫോണിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു 2024 ആയിക്കഴിഞ്ഞാൽ 2023 ഞാൻ ഇപ്പം ഞാൻ 2026 അപ്ഡേഷൻസ് ഇപ്പം നവംബറിൽ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ വയ്ക്കുക. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഞാൻ പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് 2024. പക്ഷേ 2025 എനിക്ക് ഒട്ടുമേ വർക്കായിട്ടില്ല. അതായത് 2024 ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗോൾഡ് മേടിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, അതൊക്കെ എനിക്ക് മേടിക്കാൻ എങ്ങനെയൊക്കെയോ പറ്റി. 2025 ആയപ്പോഴും ഇതുപോലെ ഞാൻ ചെയ്തിട്ട് നടന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും അത് ഇതിൻ്റെതല്ലാന്ന്. പക്ഷെ എനിക്ക് അതിൻ്റെ റീസൺ മനസ്സിലായത് 2024 ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് ബിസിനസ്സിൽ നിന്നാണെങ്കിലും എല്ലാ ഭാഗത്തു നിന്ന് ഞാൻ സഞ്ജു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. 2025 ആയപ്പോൾ ചേട്ടൻ ഇവിടെ ജോലി കിട്ടി. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മാനസികമായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലി എല്ലാം ഓട്ടമായിരുന്നു, ഒറ്റയ്ക്കല്ല എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ ഒരു കുറേ വീഡിയോസ് കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ കുറേ ഒരു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ നമ്മുടെ ട്രോമാസ് ഇതെല്ലാം ഹീൽ ചെയ്ത് വന്നാലേ നമുക്ക് ഈ മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ആകത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പ്രശ്നങ്ങളിലാണ്, നമുക്കൊരു ഫോക്കസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യമൊന്നും വർക്ക് ആവുന്ന സംഭവമല്ല. അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ 2025 ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എനിക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നിനോട് താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ പല കാര്യങ്ങളും ഈ 2024 ജോഷ് ടോക്ക് ആണെങ്കിലും അവാർഡും കാര്യങ്ങളും എല്ലാം അതെല്ലാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ജോഷ് ടോക്കിൽ എന്നെ ജോഷ് ടോക്കിൽ നിന്ന് വിളിക്കണമെന്ന് പറഞ്ഞൊരു 6 മാസം ഞാൻ ആഗ്രഹിച്ച ഒരു 6 മാസം കഴിയുമ്പോഴാണ് എന്നെ ജോഷ് ടോക്കിൽ നിന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു KSFE ചിട്ടിയിലൊക്കെ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ KSFE ചിട്ടിയൊക്കെ എനിക്ക് നറുക്ക് വീഴണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് മീൻസ് ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഫോണിൽ ഞാനിങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടാകും. അത് ചിട്ടി തുടങ്ങി ഒരു 5-6ാമത്തെ ചിട്ടി നമുക്ക് വീണു. അങ്ങനെ ആ വർഷത്തിലെ പല കാര്യങ്ങളും ഞാൻ വിചാരിച്ച 1-2 കാര്യങ്ങൾ നടന്നില്ല, അല്ലാതെ ബാക്കിയെല്ലാം തന്നെ നടന്നായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ മാല മേടിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ വിഷ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മലേഷ്യ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നു. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ 2025 ഇതുപോലെ കുറേ കാര്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടിരുന്നു, വിഷ് ലിസ്റ്റിലിട്ടിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചൊക്കെ നടന്നിട്ടുണ്ട്, ചില കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല, അല്ലെങ്കിൽ ഇത് വർക്കിംഗ് അല്ല എന്നുള്ളൊരു സംഭവമൊന്നും തോന്നുന്നില്ല. ഇനി 2026 കുറച്ചുകൂടി ഈ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യണം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എന്നുള്ള രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു, നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആ ഒരു സൈഡിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാവും. ഓക്കെ, അതേ ഉള്ളൂ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, റിപ്പീറ്റഡ് ബേബി പ്ലാനിങ്, ലവ് മാരേജ് ആണോ, പിന്നെ പണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള എങ്ങനെ കണ്ടുമുട്ടി, അതൊക്കെ ഉള്ളത് കാരണം ഞാൻ വിട്ടതാണ്. പിന്നെ ലൈഫ് അപ്ഡേഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ലൈഫ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഞങ്ങളിപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു എന്നുള്ളൊരു സംഭവമാണ്. ചേട്ടൻ ഇപ്പം ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ചേട്ടൻ ഇച്ചിരി അത്ര കുറച്ച് പ്രഷറും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അവിടെ ആകുമ്പോൾ എനിക്കും ഉണ്ട്, നമ്മൾ ഒരുമിച്ചല്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ നമ്മുടെ കരിയർ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചേട്ടൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു 1-2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കൊള്ളാമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രാക്കിലാകാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ പ്രോഡക്റ്റ് എന്നോട് പറയുമോ, ഹരിത നിർത്തിയിട്ട് പോകരുത് അല്ലെങ്കിൽ ഇത് നിർത്തലാക്കരുത്, നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട്. അവർക്ക് അത്രയും ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹെയർ ഓയിലൊക്കെ. അപ്പോൾ അതില്ലാത്തൊരു കാര്യം അവർക്ക് ചിന്തിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഒരിക്കലും അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യത്തൊന്നുമില്ല.
പിന്നെ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യാറില്ല. നമുക്കുള്ള സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ്. ഒരുപാട് അപ്ഡേഷൻസ് കൊടുക്കാറില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഞാൻ ഈ 2023 ഈ ബിസിനസ് തുടങ്ങി 2 വർഷം ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ആ ടൈമിൽ നല്ല രീതിയിൽ ബിസിനസ് ഭയങ്കര വലിയൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു നമുക്ക്. അത്രയും ഇപ്പോൾ ഇല്ല, കാരണം പുതിയ പുതിയ കസ്റ്റമേഴ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് വരുന്നില്ല. ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് തന്നെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ ഈ 2024 ലാസ്റ്റ് അല്ലെങ്കിൽ 25 തൊട്ട് ഞാനൊരു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് എനിക്ക് ഭയങ്കര ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ഫ്യൂച്ചർ പ്ലാനിലുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഒന്ന് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് മാത്രം ഒരു വരുമാനം ഉണ്ടായിരുന്ന ടൈമിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടനും കൂടെ ജോലിയായി EMI കാര്യങ്ങളൊക്കെ നമുക്കുള്ളതൊക്കെ അടയ്ക്കാനായിട്ട് വേറൊരു സോഴ്സും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ബിസിനസ് എന്ന് പറഞ്ഞൊരു രീതിയിൽ നിൽക്കുന്നില്ല. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ പലപ്പോഴും റിപ്ലൈ കൊടുക്കും. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറ് പോലും ഇല്ല. അങ്ങനെയൊക്കെ വാട്സപ്പിൽ വരുന്ന ആൾക്കാരുമായിട്ടാണ് കൂടുതൽ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതും അങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാ രീതിയിലും അല്ലെങ്കിൽ വീഡിയോസ് ഇടാറില്ല, ഇപ്പം അധികം അപ്ഡേറ്റ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ എണ്ണ കാച്ചുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതൊന്നും നമ്മളിപ്പോൾ എന്താ പറയുക, ഒന്നും റീൽസ് ഇടാറോ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാനധികം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കംഫർട്ട് സോണിൽ അങ്ങ് പോകണത് നല്ലതല്ല എന്ന് എനിക്ക് അറിയാം. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ഹൈപ്പിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ഇപ്പം അത്രയും ഒരു സംഭവം ഇല്ല എന്നുള്ളതുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്രയും നമുക്കിപ്പോൾ വരുമാനം കൂടുന്നു എന്നുള്ളതിൻ്റെ വേറൊരു വശം നമുക്ക് സ്ട്രെസ്സ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെസ്സ് കുറച്ച് ഇങ്ങനെ ജീവിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷമൊക്കെ കുറേ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. വരുന്ന വർഷങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ വലിയ പ്രൊഡക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും അച്ചീവ് ചെയ്യുന്നതായിട്ട് എനിക്കെന്നെ തോന്നുന്നില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുറേ ലൈഫ് ചേഞ്ചിങ് മീൻസ് നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും, കുറേ കാര്യങ്ങൾ നല്ല ചേഞ്ചും കാര്യങ്ങളും എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ട്. പിന്നെ കുറേ എൻ്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാ രീതിയിലും ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലോട്ടൊക്കെ പോകുമ്പോൾ കുറേ ക്യാരക്ടർ കാര്യങ്ങൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി അപ്ഡേഷൻസ് കുറച്ചൊക്കെ ഞാൻ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ലൈഫ് അപ്ഡേഷൻസ് കുറച്ചുകൂടി ലൈഫ് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സിൽ വന്നതിന് ശേഷമൊക്കെ ഒരുപാട് ബെറ്ററായിട്ട് തോന്നുന്നു. ഫ്രണ്ട് വന്നിരുന്നുണ്ട്, ഇതാക്കരുതേ, വന്നിരിക്കും, ബൈ പറഞ്ഞിട്ട് പോകാം പയ്യേ. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് കുറച്ചേ ഉള്ളൂ. ഞാൻ ഒരുപാട് പേര് നമുക്കില്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുള്ള അതും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ചേട്ടൻ എന്തൊക്കെയാണ് ഇനി പറയാനുള്ളത്? ചേട്ടൻ പറയുന്നത് വെച്ചാൽ ഈ എടുക്കുന്ന വീട് നീ ഇട്ടാൽ മതി. അത് ഞാനിതിന് നാട്ടിൽ ചേട്ടൻ കുറേ കാലം ഉണ്ടോ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും എന്നൊക്കെ പറഞ്ഞു. ചേട്ടന് ഭയങ്കര ആഗ്രഹമാണ് നീ പ്ലേ ബട്ടൺ കിട്ടി ഓരോരുത്തരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് എന്നോട് പറയും നീ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ എത്തേണ്ടത് ഇപ്പൊ അവരെ കൂടെ എന്ത് ചെയ്തിരുന്നത്, എന്ത് ചെയ്യാത്ത കാര്യം അല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാനല്ലോ, എനിക്ക് കുട്ടിയൊക്കെ ആയതിനു ശേഷമല്ല ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഇതാണ് നമ്മൾ എന്തൊക്കെ, അതാണ് ഈ നവ്യ നേരൊക്കെ പറയുന്നത്. അവർ പിന്നീട് ഇവർ ചോദിക്കുന്നത് ആര് പറഞ്ഞു സാക്രിഫൈസ് ചെയ്യാൻ ചോദിക്കുക ഇല്ലേ? അതിൻ്റെ ഒരു അടുത്ത എക്സാമ്പിളാണ് നമ്മുടെ ഓരോ ലൈഫിൽ നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മുന്നിൽ കാണാതൊന്നും ചെയ്യത്തില്ല. എനിക്കിതിന് വലിയ വരുമാനം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരുമാനം, നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് വരുമാനമാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും സമയം ഇപ്പം തന്നെ എത്ര മണിക്കൂർ ഇരുന്ന് നമ്മൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ചെയ്തില്ല. പിന്നെ ആ ഫോക്കസൊക്കെ ഞാൻ ബിസിനസ്സിൽ കൊടുത്തു. ഇപ്പം ഞാൻ എല്ലാത്തിലും ഫോക്കസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി അടുത്തൊക്കെ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ പിന്നെ എത്ര ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ അപ്പൊ ചേട്ടൻ്റെ നിയമൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ യൂട്യൂബ് ഇപ്പം രജിസ്റ്റർ. എനിക്ക് അറിയാം ഇനി ഇത് വരുമാനമൊന്നും ഇല്ല, വലുതായിട്ട് കുറച്ച് നാളെടുക്കും, വരുമാനം ഇല്ലെന്നല്ല, കുറച്ച് നാളെടുക്കും ഇനി വരുമാനമൊക്കെ ആയി വരാനായിട്ട്. എന്നാലും ഇപ്പം നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അയ്യോ അവരോട് ഈ പറഞ്ഞ പോലെ എത്രയും 5-6 വർഷം, ദൈവം ജനിച്ചിട്ട് 6 വർഷം, അതിന് മുന്നേ ക്യാരിങ് ആയപ്പോഴേ വിട്ടതാണ്. ഓൾമോസ്റ്റ് 6-7 വർഷമായിട്ട്. അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം ഞാൻ നേരത്തെ 6 വർഷം, ഇപ്പം നമുക്ക് വെഡിങ് ഒരു 7 വർഷമായിരുന്നല്ലേ കഴിഞ്ഞത്? ഇപ്പം 7 കഴിഞ്ഞ, ഇപ്പം 7 കഴിഞ്ഞത്. സോറി ആയിട്ട് നേരത്തെ ഞാൻ 6 വർഷം കഴിഞ്ഞത്. അപ്പോൾ 6-7 വർഷമായിട്ട് ഉള്ള ഫോളോവേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് അപ്ഡേഷൻസ് ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ
അവർ മുടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും ഉണ്ട്. എൻ്റെ ഒരു ഫാമിലി, ഞാൻ പണ്ടേ പറയാം, എൻ്റെ ഒരു ഫാമിലിയാണ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവരെയും മുന്നിൽ കണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല. ഉള്ളതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ലൈഫിൻ്റെ ഒരു കാര്യങ്ങൾ ദേവനുണ്ട്, അവൻ്റെ സ്കൂള് കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കണം. അങ്ങനെ എല്ലാം ഒറ്റയ്ക്കാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കൂ, നിങ്ങൾ വീഡിയോ പ്രതീക്ഷിക്കൂ. അപ്പോൾ വീഡിയോ കാണാമെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും. അതെത്ര കാലമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പം നേരത്തെ ഇതുപോലൊരു വീഡിയോ വന്ന് ചെയ്തിട്ട് ഉടനെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. അപ്പം ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഇനി സഞ്ജുചേട്ടൻ്റെ അടുത്ത് എപ്പോഴാണ് നാട്ടിലോട്ട് വരുന്നത്? സഞ്ജുചേട്ടൻ ജൂലൈ ഒക്കെ ആവാൻ മാറ്റി വരാം. അതിന് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരും അല്ലേ? ഞങ്ങൾ അവധിയാകുമ്പോഴേക്ക് ഇങ്ങോട്ട് വരാൻ, അപ്പോഴേ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ഇനിയിപ്പോൾ ഒരു 3-4 മാസം കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ സഞ്ജുചേട്ടൻ പറയോ? ഓക്കെ, ബൈ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.